ഉപ്പ് തൊട്ട് കൽപ്പൂരം വില കൂടുതലാണ്. മനുഷ്യന് മാത്രമേ വിലയില്ലാത്തത്. ഗവൺമെന്റ് സംവിധാനങ്ങൾ വഴി വില കുറയ്ക്കുകയാണെങ്കിൽ മറ്റുള്ളവരും വില കുറയ്ക്കും. ഇനി അടുത്ത ഭരണം വരുമ്പോൾ കുറക്കോ, ഈ ഭരണം പോയി കഴിയുമ്പോൾ കുറയോ? വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റത്തെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ചോദിച്ചറിയാം. വിലക്കയറ്റം ഉണ്ടാവുന്നതനുസരിച്ച് സാധാരണക്കാരുടെ വരുമാനം വർദ്ധിക്കാനുള്ളതാണ്. ഗവൺമെന്റ് സംവിധാനങ്ങൾ സബ്സിഡി നിരക്കിലും നല്ല രീതിയിൽ സപ്ലൈകോ വഴിയോ റേഷൻ കട വഴിയോ കുറയ്ക്കുകയാണെങ്കിൽ ഇതൊരു വഴി വരെ തടയാൻ പറ്റും. ഇപ്പോൾ വെളിച്ചെണ്ണ വില കൂടിയതൊക്കെ സപ്ലൈകോ വഴിയും റേഷൻ കട അല്ലാത്ത വഴിയൊക്കെ ഗവൺമെന്റ് സംവിധാനങ്ങൾ വഴി വില കുറയ്ക്കുകയാണെങ്കിൽ മറ്റുള്ളവരും വില കുറയ്ക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. മാവേലില് ഇപ്പൊ 335 രൂപ ഞാൻ വാങ്ങി മാവേലിത്തോട്. ഇപ്പൊ പുറത്തായാലും കൂടുതൽ ഉണ്ട്, അതിലാണ് 400 രൂപ. വെളിച്ചെണ്ണ കൊപ്പറ ഭയങ്കര വില വരും, ഉണങ്ങാറില്ല. വെളിച്ചെണ്ണക്ക് ഭയങ്കര വില വരും. നമുക്ക് ചിപ്സിന് വില കൂട്ടാൻ വരും. അങ്ങനെ അപ്പൊ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പച്ചക്കറി, പലവ്യഞ്ജനം, അങ്ങനെയുള്ള സാധനങ്ങളുടെ വിലക്കയറ്റത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതുകൊണ്ടിപ്പോ വണ്ടി ലേബർ ചാർജ് അത് നോക്കണം. അപ്പൊ ആ സാധനങ്ങൾ വില കൂടും. സാധനത്തിന്റെ വില കയറിക്കൊണ്ടേ ഇരിക്കണം. ഓരോ ദിവസം പോകുന്നതോറും പച്ചക്കറി ആയാലും അരി ആയാലും എല്ലാ സാധനം നമ്മള് എന്താ പറയാ നിത്യ സാധനങ്ങളെല്ലാം എല്ലാത്തിനും വില കയറിക്കൊണ്ടിരിക്കും. അത് ഇനി എങ്ങനെ കുറക്കും, ഇനി അടുത്ത ഭരണം വരുമ്പോൾ കുറക്കോ, ഇനി ഈ ഭരണം പോയി കഴിയുമ്പോൾ കുറയോ, അല്ലെങ്കിൽ ഈ ഭരണം നിലവിൽ നിൽക്കുമ്പോൾ തന്നെ കുറയോ, അതൊന്നും പറയാൻ പറ്റില്ല. ഇത്രയുള്ള എനിക്ക് പറയാം. വിലക്കയറ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയതിനെക്കാട്ടിലും ഒരുപാട് കൂടുതൽ ഇപ്പോൾ വിലക്കയറ്റങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കുറയുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ അതിൻ്റെതായ അതൊന്നും നടപടി ആവുന്നില്ല. ഇത് സർക്കാർ മാറി വേറെ സർക്കാർ വരുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. സാധനങ്ങൾക്കെല്ലാം ഭയങ്കര വില കൂടുതലാണ്. ഉപ്പ് തൊട്ട് കൽപ്പൂരം വില കൂടുതലാണ്. മനുഷ്യന് മാത്രമേ വിലയില്ലാത്തത്. അത് ആറ്റ് ചോദിച്ചാൽ അങ്ങനെ തന്നെ പറയുള്ളൂ. എല്ലാ സാധനങ്ങളും വില കൂടുതലാണ്. നമ്മൾ ജോലി ചെയ്താൽ ശമ്പളം കുറവ്, മേടിക്കാൻ ചില സാധനങ്ങൾ അധികം ഭയങ്കരമായ വില കൂടുതൽ. എന്തിനും ഒരെണ്ണത്തിന് 1-2 എല്ലാത്തിനും വില കൂടുതലാണ്. അപ്പൊ ഏതെങ്കിലും സാധനത്തിന് ഈ വില, ഏതെങ്കിലും പാർട്ടി വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാല് വിലയിൽ മാറ്റം വരുമെന്ന് തോന്നുന്നുണ്ടോ? വിലയിൽ മാറ്റം വരുമെന്ന് പറയാൻ കാരണം അഴിമതി ഇല്ലാത്തൊരു ഇനി അപൂർവമാണ് വരാനുള്ളൂ. ഇപ്പൊ അഴിമതിയിൽ പൂമ്പാരാണ്. വന്നാലും തീരെ വില കുറയൊന്നുമില്ല. അല്ലെങ്കിൽ കുറച്ചൊക്കെ സാഹചര്യം കാണുന്നുണ്ട്. മറ്റേതെങ്കിലും പാർട്ടിക്കാർ വന്നാൽ ഇത് വില കുറയുമെന്ന് എനിക്ക് തോന്നണം.